ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അധോലോകം മലയാളി 12 ഗൈസ്. നമ്മളിപ്പോൾ 4x4 3x3 എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ സോൾവ് ചെയ്യുന്ന ഉദ്ദേശിച്ചാൽ പഠിക്കാനല്ല. നമ്മൾ ഇപ്പോൾ നമ്മൾ 3x3 എൻ്റെ ടൈമിൽ ഞാൻ സോൾവ് ചെയ്യുന്ന ടൈമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് നമ്മൾ ഷെഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെഫിളിങ് കഴിഞ്ഞ് നമ്മൾ സോൾവിങ് കാണിച്ചു തരാം. നമ്മൾ ക്യൂബ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ സോൾവിങ് ആണ് നമ്മുടെ പരിപാടി. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ടൈമർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൈമർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി ഞാൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 4x4 ഉണ്ട്, മിറർ ക്യൂബ് ഉണ്ട്. മിറർ ക്യൂബ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഗൈസ്, അത് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. ഗൈസ്, എത്ര ടൈമിൽ ഞങ്ങൾ സോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ സോൾവിങ് ടൈം എത്രയാണെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ നോക്കിയിരുന്നോളൂ ഗൈസ് എൻ്റെ വീഡിയോ. ഗൈസ്, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിയും. അപ്പോൾ എൻ്റെ സോൾവിങ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അത് സംബന്ധിച്ച് ഞാൻ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. ഇനി മാച്ചിങ് പോയിൻറ്റ്സ് ആക്കണം. ബേസ് ശരിയാക്കി ലെയർ ബൈ ലെയറാണ് ഞാൻ ചെയ്യുന്നത്. ഗൈസ്, ഞാൻ ഫുൾ ഈക്വൽ ആക്കട്ടെ. സെൻറ്റർ ഞാൻ ഈക്വൽ ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. നമ്മളിനി അധികം നീട്ടി പറയുന്നില്ല, ഞാൻ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിത് സോൾവ് ആയി കഴിയാറായി ഗൈസ്. ഞാൻ ഇപ്പോൾ ബേസ് ശരിയായി കഴിഞ്ഞു. ലെയർ ബൈ ലെയറിലേക്ക് പോകുന്നു ഗൈസ്. നമ്മൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആകുന്നു. അതായത് നമ്മുടെ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആവാറായി. എൻ്റെ മാക്സിമം ടൈം എന്ന് പറയാനായിട്ട് 47 സെക്കൻഡാണ്. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴും ആരെങ്കിലും കാണിച്ചെടുക്കുമ്പോഴൊക്കെ എൻ്റെ ടൈം തെസ്സിലായ. ഞാനിത് പിന്നെ എപ്പോഴും ഇടാം നല്ലൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ലെയറാണ് നമ്മുടെ ടോപ്പ് ലെയർ കൂടി കംപ്ലീറ്റ് ആക്കിയാൽ നമ്മുടെ ലെയർ കംപ്ലീറ്റ് ആക്കി. നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ കംപ്ലീറ്റ്